ഗൈസ്, നിങ്ങൾ മൊബൈൽ വീഡിയോ എഡിറ്റ് ചെയ്യാറില്ലേ? നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ കൈൻമാസ്റ്റർ ആണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണുക. സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ഈ വീഡിയോ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ, ഇതുപോലെ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് വരുന്ന ബെല്ലൈക്കൺ അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിൽമി സ്പോട്ട്. ഇറ്റ്സ് മീ അൻഷാദൻഷു. ഇത് നമ്മളെ ഫിൽമി സ്കൂളിലെ സെക്കൻഡ് വീഡിയോ. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുന്നു, ഏതാണ് ഏറ്റവും നല്ല വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ആൻഡ്രോയിഡ്? ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എന്റെ സജഷൻസ് ഏതെന്ന് വെച്ചാൽ, ഒന്ന് കൈൻമാസ്റ്റർ, അഡോബി റഷ്, അതുപോലെ പവർ ഡയറക്ടർ. ഈ 3 ആപ്ലിക്കേഷൻസ് ആണ് എന്റെ ലിസ്റ്റിലുള്ളത്. എനിക്ക് പേഴ്സണലായിട്ട് ഫേവറേറ്റ് ആയ ആപ്ലിക്കേഷൻസ് ആണ്. ഇതിലുള്ള ഓരോ ഫീച്ചേഴ്സും സംതിങ് ഡിഫറെന്റ് ആണോ എന്ന് വെച്ചാൽ ആണ്, ഒരു തരത്തിൽ നേരെ തിരിച്ചുമാണ്. ഒന്നിലുള്ളത് മറ്റൊന്നിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കൈൻമാസ്റ്റർ ആണ് പേഴ്സണൽ ഫേവറേറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടവും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളതും കൈൻമാസ്റ്റർ ആണ്. ഞാൻ സിസ്റ്റം ഒക്കെ എടുക്കുന്ന മുമ്പൊക്കെ ഒരുപാട് യൂസ് ചെയ്തു. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കൈൻമാസ്റ്റർ വളരെയധികം ഇഷ്ടമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരും, മിക്കുള്ള ആൻഡ്രോയിഡ് മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്ന എല്ലാവരും മിക്കവാറും യൂസ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ ആണ്. അപ്പൊ ഞാൻ അതൊന്നും പറയുന്നില്ല. നമ്മളെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താന്ന് വെച്ചാൽ, എങ്ങനെയാണ് കളർ ഗ്രേഡ് ചെയ്യുക, അതും കൈൻമാസ്റ്ററിൽ വീഡിയോ എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതൊക്കെ കേട്ട് മടുത്ത ഒരു സബ്ജക്റ്റ് ആണല്ലോ. പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞത് സംതിങ് സ്പെഷ്യൽ ആണെന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ കണ്ട യൂട്യൂബ് വീഡിയോസ്, ട്യൂട്ടോറിയൽസ്, കൈൻമാസ്റ്റർ ട്യൂട്ടോറിയൽസ് എല്ലാം ഇതിലൊന്നുമായി ഒരു ബന്ധവുമില്ലാത്ത, അതിലൊന്നും ഇന്ന് വരെ നിങ്ങൾ കാണിച്ചിട്ടില്ലാത്ത ഒരു ട്രിക്കാണ്. അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും തൃപ്തികരമല്ലാതെ വന്ന ഒരു പ്രശ്നം ഇതിലെ കളർ ഗ്രേഡിങ്ങിൽ നിന്നുള്ള ഒരു സാഹചര്യം അതിൻ്റെ അകത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതിന്റെ റെസൊല്യൂഷനൊക്കെ അപ്പൊ തന്നെ ലോ ആവും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഒരുപാട് ശ്രമിച്ച് ഫെയിലായി പോയി. പക്ഷേ ഒരു 2 കൊല്ലത്തിനപ്പുറം ഞാനത് ഒടുവിൽ എനിക്ക് കിട്ടി. അപ്പൊ ആ ഒരു ട്രിക്ക് ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. അത് എന്റെ ഫിലിമി സ്പോട്ടിൽ കൂടി തന്നെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ കൂടി ഞാൻ ഷെയർ ചെയ്ത് തരികയാണ്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന്. 100% വർക്കിംഗ് ആണ് ഗൈസ്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്തെന്ന് വെച്ചാൽ, ഒന്ന്, അതിൽ തന്നെയുള്ള പ്രീസെറ്റ്സ് നമുക്ക് യൂസ് ചെയ്ത് കളർ ഗ്രേഡ് ചെയ്യാം. പക്ഷേ അത് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റത്തില്ല. നമുക്കത് ഹാർഷായിട്ട് അതിൽ തന്നെ കിടക്കും. അപ്പൊ അതും പറ്റത്തില്ല. അത് കഴിഞ്ഞ് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ചെയ്ത വീഡിയോ, കൈൻമാസ്റ്റർ ചെയ്ത ആ വീഡിയോയെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നേരെ ഓസ്കോ, അതുപോലെ തന്നെ 3D ലെറ്റ്സ്, അങ്ങനെ ഈ 2 ആപ്ലിക്കേഷൻസ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പൊ ഈ 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോയിൽ പ്രീസെറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും, പ്രീസെറ്റ്സ്. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യണം കൈൻമാസ്റ്ററിലിട്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കണം, ഇതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പാതി അതിന്റെ റെസൊല്യൂഷൻ കുറയും. അത് കഴിഞ്ഞ് അതിലോട്ട് ഇമ്പോർട്ട് ചെയ്യും. അതിൽ നിന്ന് വീണ്ടും എടുക്കും, വീണ്ടും ഇതിലോട്ട് കയറ്റും, പിന്നെ ഇതിൽ നിന്ന് വീണ്ടും എക്സ്പോർട്ട് ചെയ്യും. ക്വാളിറ്റിയും പോവും, ഓഡിയോ പ്രത്യേകം ക്വാളിറ്റി പോവും. അപ്പൊ ഇതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത ഇതായി. എനിക്ക് സിനിമാറ്റിക് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന വെച്ചാൽ മാക്സിമം ക്വാളിറ്റി ഉള്ളു, അതിൽ മാക്സിമം ക്വാളിറ്റി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള എക്യുപ്മെന്റ്സ് ഇല്ലേലും നമ്മൾ അതിനനുസരിച്ച് നമ്മളെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഗൈസ്, അതിനുള്ള ഒരു വഴി ഞാൻ ഇങ്ങനെ തപ്പി എനിക്ക് കിട്ടിയതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. ആ ട്രിക്ക് ഞാൻ പറയാൻ പോകുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് കൈൻമാസ്റ്ററിൽ കളർ ഗ്രേഡ് ചെയ്യാം എന്ന് വെച്ചാൽ, മറ്റൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതെ, കൈൻമാസ്റ്ററിൽ തന്നെ ഉള്ള പ്രീസെറ്റുകളും യൂസ് ചെയ്യാതെ, എങ്ങനെ അതിന്റെ അകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഈ ട്രിക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ നിങ്ങൾക്ക് കൈൻമാസ്റ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് പ്ലേ സ്റ്റോർ ലിങ്ക് ആണ്. കാരണം നമുക്ക് വേറെ ഫ്രീ ലൈഫ് ടൈം യൂസ് ചെയ്യുന്ന ലിങ്ക്സ് ഒന്നും ഞാൻ വെക്കുന്നില്ല. കാരണം എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചാനലിൽ ഞാൻ ഇതുപോലെ ചെയ്ത് എനിക്കത് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ലിങ്ക്സ് ഒന്നും തരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ എവിടെയെങ്കിലും പിൻ ചെയ്തേക്കാം. നിങ്ങൾ അവിടെ നിന്ന്
ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അതിന് ലിങ്ക് തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ട്രിക്ക് യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് നമ്മളെ കെയിൻമാസ്റ്ററിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏത് ആസ്പെക്ട് റേഷ്യോയിലാണോ നമുക്ക് വീഡിയോ വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് 16:9 ആണ്. നിങ്ങൾക്ക് 9:16 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ 1:1 ഉണ്ട്. ഇത് 1:1 എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ബേസ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതുപോലെ 9:16 എന്ന് പറയുന്നത് ടിക്ടോക്ക് പോലുള്ള സ്റ്റോറീസ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം, നമുക്ക് അത് യൂസ് ചെയ്യാം. ഞാനിവിടെ കോമൺ ആയിട്ടുള്ള 16:9 ക്ലിക്ക് ചെയ്യാണ്. ഇത് നമുക്ക് സിനിമാറ്റിക് വീഡിയോസൊക്കെ ചെയ്യാൻ ഇതാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഞാൻ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മളെ ടൈം ലൈൻ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മളെ ടൈം ലൈൻ. നമുക്ക് ഇതിലേക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായി ഇവിടെ മീഡിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളിതാ ഇവിടെ ഏതാണ് വീഡിയോ നിങ്ങളതൊന്ന് സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിലുള്ള ഡിഫോൾട്ടായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നും കളർ ഫിൽറ്റർ എന്നും 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻസാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കളർ ഗ്രേഡ് ചെയ്യാനുള്ള ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ ഈ 3 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കളർ ഫിൽറ്റർ. ഈ കളർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ പ്രീസെറ്റ്സ് ആണ്. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നപ്പോൾ അതിൽ കുറച്ചും കൂടി പ്രീസെറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല ഗൈസ്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുമെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ട്രിക്ക് അതെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരിക്കലും മറ്റൊരു വീഡിയോ ഒന്ന് കണ്ടു പഠിച്ചതോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ കിട്ടിയതൊന്നും അല്ല. ഇത് ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, എൻ്റെ ഒരു യൂസിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കത് സക്സസ് ആവാതെ ഒരുപാട് തവണ പാളിപ്പോയി. പക്ഷേ എങ്കിലും അവസാനം കിട്ടി ഗൈസ്, കിട്ടി. അപ്പോൾ അത് എങ്ങനെയാണ് സക്സസ് ആയത്, അത് എന്താണ് അതിൻ്റെ ഒരു യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫുൾ ടോട്ടലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ് ഗൈസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിത് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ഈ വീഡിയോയുടെ ടോൺ ഒന്ന് ന്യൂട്രലാക്കി എടുക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു, ഫിൽമി സീരീസിലെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ റോയ് മേറ്റ്സ് എങ്ങനെ എടുക്കാമെന്നൊരു വീഡിയോ ആണ് ഇട്ടത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ അത് മാത്രമല്ല, ആ വീഡിയോയിൽ ഞാൻ ആ റോയ് മേറ്റ്സിൻ്റെ ടോണിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഒരു ന്യൂട്രൽ ടോൺ. അതുണ്ടെങ്കിൽ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ വളരെയധികം ഈസി ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതായി വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ആ സ്ലൈഡിങ് ടൂളിലേക്ക് പോയിട്ട് നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ന്യൂട്രൽ ടോൺ കൊണ്ടുവരിക. എന്ന് വെച്ചാൽ നിങ്ങളെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ബ്രൈറ്റ്നസ് കറക്റ്റാണ്. കോൺട്രാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കോൺട്രാസ്റ്റ് കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഈ സാറ്റുറേഷനാണ് മെയിനായിട്ട് നമ്മളെ ന്യൂട്രൽ ടോണിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീഡിയം കിടക്കുന്ന ഈ ഒരു സാറ്റുറേഷൻ ഒരു ഹാഫിലേക്ക് കറക്റ്റ് കൊണ്ടുപോവുക. ഒരു മിഡിലായിട്ട് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അതുപോലെ ഒരു കളറും അല്ലാത്തൊരു ടൈപ്പ് വീഡിയോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ന്യൂട്രൽ ടോൺ. ഇപ്പോൾ എൻ്റെ ന്യൂട്രൽ ടോൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ന്യൂട്രൽ ടോണാണ്. അപ്പോൾ ഈ ഒരു ടോണിലിട്ടാണ് നമ്മളെ ട്രിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആക്കി എടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഗൈസ്. നമുക്ക് വീഡിയോ ഗ്രേഡ് ചെയ്യാനും, വീഡിയോ ആവട്ടെ ഫോട്ടോ ആവട്ടെ എന്തും നമുക്ക് ഗ്രേഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് എൻ്റെ ട്രിക്ക് യൂസ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഈ കാണുന്ന ലെയർ എന്നുള്ളത് സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മീഡിയ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗൈസ് ഞാനിവിടെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ഇമേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഒരു ഗൂഗിളിൽ നിന്നാണ്, പക്ഷേ ഞാൻ വേറെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തതാണ്. ഇമേജ് സെർച്ച് മാൻ എന്താ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. നിങ്ങൾ ട്രോളും ഫോട്ടോ സ്റ്റോക്സൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ടൈം ലൈൻ ആ വീഡിയോ എത്രത്തോളം വേണോ അത്രത്തോളം ഫില്ല് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് അതിനെ സ്ക്രീനിൽ ഫിറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ സ്ക്രീൻ ഫിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഞാൻ കളർ ഗ്രേഡ് ആക്കാൻ പോകുന്നതെന്ന് നോക്കുക ഗൈസ്. നിങ്ങൾ ആ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സൈഡിലായിട്ട് തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്ലെൻഡിങ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കൈൻമാസ്റ്റർ പ്രോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്,
അപ്പോൾ ഗൈസ് അതിനായിട്ട് ബ്ലെൻഡിങ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഓവർലേ, മൾട്ടിപ്ലൈ, സ്ക്രീൻ, സോഫ്റ്റ് ലൈറ്റ്, ഹാർഡ് ലൈറ്റ്, ലൈറ്റ് ആൻഡ് ഡാർക്കൻ, കളർ ബേൺ. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ഞാനിവിടെ ഓവർലേ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാം ഈ വീഡിയോ അത് കളറൈസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഹാർഡായിട്ട് നമ്മളൊരു പ്രീസെറ്റ് അപ്ലൈ ചെയ്ത ഏതൊരു ഹാർഡായിട്ട് കിട്ടും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഗ്രേഡ് ആയിട്ടുള്ളത്. പക്ഷേ എങ്കിലും കാണാൻ കൊള്ളാം ഗൈസ്. എന്നിട്ട് ഇത് നമുക്കത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇതായി തൊട്ട് മേലായിട്ട് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളെ വീഡിയോയ്ക്ക് എത്രത്തോളം ഗ്രേഡിങ്, എത്ര ഹാർഡായിട്ട്, എത്രയും സ്മൂത്തായിട്ട് വേണം, സോഫ്റ്റ് ആക്കണം, അത് നിങ്ങൾക്ക് ഇവിടെ ഈ സ്ലൈഡർ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഗൈസ്. ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ഇതായി ഇപ്പോൾ ഇത്രയാണ് കറക്റ്റ് കൊടുക്കുന്നത്, ഒരു 72. ഓക്കെ ഗൈസ്, എൻ്റെ ടിക്ക് കൊടുക്കുക. നോക്കൂ ഗൈസ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാം, അത് ഒറ്റ ക്ലിക്കിൽ. ഗൈസ് നോക്കൂ, അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് നിങ്ങൾക്ക് കളർ ഗ്രേഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ടോട്ടലി നമുക്ക് കസ്റ്റമൈസ്ഡബിൾ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നോക്കിയോ, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഈ കളർ ഗ്രേഡിങ് വേണ്ട എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ടൈമിൽ ഒന്ന് സൂം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ സ്റ്റാർട്ടിങ് വേണ്ടാത്തത് അവിടെ ഒന്ന് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ കട്ട് ചെയ്യാനുള്ളൊരു നമ്മളെ സിസറിൻ്റെ ഐക്കൺ കാണാം, അതിൽ സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് അറ്റ് ഫ്ലേ ഹെഡ് എന്നുള്ള ഓപ്ഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ എൻഡ് ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെയും ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് അതങ്ങ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാ ഇപ്പോൾ ഇത്രയും ഭാഗത്ത് നിങ്ങൾക്കത് ആ ഒരു ഗ്രേഡിങ് അപ്ലൈ ആവത്തില്ല. ഇതുപോലെ നിങ്ങൾക്ക് എവിടെ വേണോ വേണ്ടാത്തത് അവിടെ അത്രയും നിങ്ങൾക്കത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇടുകയാണ്. അത് മാത്രമല്ല ഗൈസ്, ഒരുപാട് നിങ്ങൾക്ക് കസ്റ്റമൈസബിൾ ആണ്. നിങ്ങൾ ഈ ലെയർ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇതിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റെഡിഷ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു കളറിനെ നിങ്ങൾക്ക് ഈ ഒരു കോർണറിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റൊട്ടേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. നോക്കുക ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ഏതൊരു വശത്തേക്കും നിങ്ങൾക്ക് തിരിക്കാനും ചരിക്കാനും എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാം ഗൈസ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ബീറ്റൊക്കെ ഉള്ളൊരു സോങ് ഇട്ടിട്ട് അതിനനുസരിച്ച് നമ്മളെ ഗ്രേഡിങ് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇവിടെ ബ്ലിങ്ക്, സ്ലോ, ഫ്ലിക്കർ, പൾസ്, ഇതുപോലുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മ്യൂസിക്കിനനുസരിച്ച് ഗ്രേഡിങ്ങും ബ്ലിങ്ക് ചെയ്യും ഗൈസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്കിത് കസ്റ്റമൈസബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വാം ടോണാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോൺസിൽ നിങ്ങൾക്ക് ഗ്രേഡിങ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചു തരാം. ഈ ഇതുപോലെ നിങ്ങൾക്ക് ടൺ കണക്കിന് ഗ്രേഡിയൻസ് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതും ഹയസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾ നോക്കൂ ഗൈസ്, ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട്, അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഇതിനെ ഫുള്ളി അതിൻ്റെ ഒപ്പാസിറ്റി ആണോ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് അത്രയും ഈസി ആയിട്ട് നമുക്ക് ഗ്രേഡ് ചെയ്യാം. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് സക്സസ് ആവാതെ പോയി. പക്ഷേ അവസാനം ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായി. ഞാൻ ഇത് ഒരുപാട് വീഡിയോസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ എഫക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താണോ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് എങ്ങനെ വേണോ കസ്റ്റമൈസ് ചെയ്യുകയോ എന്ത് വേണോ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളത് യൂസ് ചെയ്യാം ഗൈസ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്തിട്ട് ആ കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. കാരണം ഇതിനു മുമ്പ് ഇതുപോലൊരു ഈ ട്രിക്ക് തന്നെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇതുവരെ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയ രണ്ട് റിസൾട്ടാണ്. ഒന്ന് നമ്മൾ പ്രീസെറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോയി ഇട്ടുകൊണ്ടുവരിക. ഈ രണ്ട് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇതുപോലെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് ഞാൻ ഇത് ഇടണം എന്ന് എനിക്ക് തോന്നാനും കാരണം. അപ്പൊ ഞാനത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയുക, ഒന്ന് കമന്റ് ചെയ്യുക. മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും ഇഷ്ടമാവും. നിങ്ങളെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്ന കെയിൻമാസ്റ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടലി ഇതൊരു കസ്റ്റമൈസ്ഡ് ഒരു ട്രിക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആ ബട്ടൺ ഒന്ന് അമർത്തുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ആ ഓളൊന്നും കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാദൻ ഷു. ദിസ് ഈസ് ഫിൽമി സ്പോട്ട് ഫിൽമി സീരീസ് 3 കാണാം. ബൈ ബൈ.